بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. കണ്ണേറ് യാഥാർത്ഥ്യമാണ്. ചില ആളുകളെങ്കിലും പറയും വിവരമില്ലാത്തത് കൊണ്ടാണ്. കണ്ണേറൊന്നുമില്ല, അള്ളാഹുവിൽ തവക്കുലാക്കി ജീവിച്ചാൽ മതി എന്നൊക്കെ പറയും. അത് തെറ്റിദ്ധാരണയാണ്. കണ്ണേറ് ഹക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ ഐനു ഹഖുൻ. കണ്ണേറ് സത്യമാണ്, കളവല്ല, ഉള്ളതാണ്. നാം അതിനെ സൂക്ഷിക്കണം. നമുക്ക് അല്ലാഹു നൽകുന്ന നിഅമത്തുകൾ എല്ലാം മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കേണ്ടതില്ല, കാണിച്ചു കൊടുക്കേണ്ടതില്ല. ചിലതെങ്കിലും നമ്മൾ മറച്ചു വെക്കണം. ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് നമ്മെ ബാധിക്കും. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ, അവർക്ക് അള്ളാഹു നൽകിയ കഴിവുകൾ, അവരുടെ ഭംഗി, അതൊന്നും കൂടുതൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടതില്ല. അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ നമുക്കത് പറയാം, പക്ഷേ സൂക്ഷിച്ചിട്ടാവണമെന്നാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട യാഖൂബ് നബി അലൈഹിസ്സലാം തൻ്റെ 11 മക്കൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാൻ വേണ്ടി മിസ്റിലേക്ക്, ഈജിപ്തിലേക്ക് പോവാനൊരുങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശം വരികയാണ്. അള്ളാഹുവിൽ നിന്നുള്ള വഹിയെ അനുസരിച്ച് യാഖൂബ് നബി അലൈഹിസ്സലാം പറയുന്നു, ഖുർആൻ പറയുന്നു, വഖാല, യാഖൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ. നല്ല ഭംഗിയുള്ളവരായിരുന്നു യാഖൂബ് നബിയുടെ മക്കൾ, നല്ല കാണാൻ ചേലുള്ള മക്കൾ. യാഖൂബ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾ മിസ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒറ്റ കവാടത്തിലൂടെ പ്രവേശിക്കരുത്. മിസ്റിലേക്ക് 4 വഴികളുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒറ്റ വഴിയിൽ പ്രവേശിച്ചാൽ ജനങ്ങൾ കാണുമ്പോൾ കണ്ണേറ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യാഖൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ ബനി, മക്കളെ, ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ്, ഒരു വാതിലിലൂടെ നിങ്ങൾ മിസ്റിലേക്ക് പ്രവേശിക്കരുത്. വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ, വ്യത്യസ്ത കവാടങ്ങളിലൂടെ നിങ്ങൾ പ്രവേശിക്കണം. ഇമാം ഖുർത്തുബിയും ലഹാക്കും ഇക്രിമയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും എല്ലാവരും പറഞ്ഞു, അന്ന യാഖൂബ ഖശിയ അലാ ഔലാദിഹി മിനൽ ഐൻ. യാഖൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മക്കൾക്ക് കണ്ണേറ് വരുമോ എന്ന് ഭയന്നിട്ടാണ് അങ്ങനെ വ്യത്യസ്ത കവാടങ്ങളിലൂടെ പ്രവേശിക്കാൻ പറഞ്ഞത്. അല്ലാഹുവിൻ്റെ പ്രവാചകരാണ്, അവർ പോലും ഭയന്നു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ പറഞ്ഞത് എന്താ? അൽഐനു തുദ്ഖിലു റജുലൽ ഖബ്റ വൽ ജമലൽ ഖിദ്റ. കണ്ണേറ് ഒരു മനുഷ്യനെ ഖബറിൽ പ്രവേശിപ്പിക്കാൻ കണ്ണേറിന് കഴിയും. വൽ ജമലൽ ഖിദ്റ, ഒട്ടകത്തെ ചട്ടിയിലാക്കാനും കഴിയും. ഒട്ടകത്തെ ചട്ടിയിലാക്കാനും മനുഷ്യനെ ഖബറിൽ പ്രവേശിപ്പിക്കാനും കണ്ണേറിന് കഴിയും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഇതിന് മാർഗം? കണ്ണേറ് സംഭവിക്കാതിരിക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ധാരാളമായി പാരായണം ചെയ്താൽ നല്ലതാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പേരക്കുട്ടികളായ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ മഹാന്മാരെ മന്ത്രിച്ചു കൊടുക്കാറുണ്ട്. എന്താണ് മന്ത്രം? അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. മുത്തുനബി ദുആ ചെയ്തു കൊടുക്കാറുണ്ട്. നമുക്ക് മന്ത്രിക്കാം, അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. നമ്മൾ ദുആ ചെയ്യാം. എന്തെങ്കിലും നല്ലത് കണ്ടാൽ, നമ്മ അത്ഭുതപ്പെടുത്തുന്നത് കണ്ടാൽ നമ്മളിങ്ങനെ അത്ഭുതം പ്രകടിപ്പിക്കുക,
വെറുതെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അത്ഭുതം പ്രകടിപ്പിക്കുന്നതിന് പകരം മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ, അതിനോടുകൂടെ അല്ലാഹു മസീദ് വബാരിക് എന്നുകൂടെ ആയിക്കഴിഞ്ഞാൽ നന്നായി. മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ കണ്ണറൊന്നും പറ്റില്ല. ഇതൊക്കെ മഹാന്മാര് പഠിപ്പിച്ചതാണ്. അല്ലാഹു തആല നമുക്കൊക്കെ ഒരുപാട് നിഅമത്തുകൾ തരട്ടെ. ആ നിഅമത്തുകളൊക്കെ അല്ലാഹു നിത്യമാക്കി തരട്ടെ. കണ്ണേറുകളിൽ നിന്ന്, മറ്റുള്ള എല്ലാ ഷർറുകളിൽ നിന്നും അല്ലാഹു നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ മുതഅല്ലിമീങ്ങളെയും ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ആമീൻ.